അസ്സലാമു അലൈക്കും. മൻസൂർ സാഹിബ് ഇപ്പൊ ഒരു 2 സെക്കൻഡ്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വല. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ അവിചാരിതമായാണ് ഞാൻ ഈ ക്ലാസ്സിൽ എത്തിച്ചേർന്നത്. ഇന്ന് കാലത്ത് ദമാമിലെത്തിയപ്പോഴേ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടതാണ്. ഏതായാലും റമദാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നല്ല നേരം, മഗ്‌രിബിനോടടുത്ത നേരം, പ്രാർത്ഥനയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള സമയം, ഈ സമയത്ത് ദീനീയായ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ഇത്രയും ആളുകൾ കാത്തിരിക്കുന്നു, അത് മനസ്സിലാക്കാൻ എന്നത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. റമദാൻ നോമ്പ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴേ മുമ്പത്തേക്കാളേറെ ഒരു ആവേശമാണ്. ആ ആവേശം കൊണ്ട് തന്നെ എവിടെയും റമദാനിന്റെ ഒരുക്കങ്ങളാണ്. ആ ഒരുക്കങ്ങൾ പലതും റമദാനിന്റെ ആത്മാവുമായി ചേർന്നതല്ല എന്നതാണ് പ്രശ്നം. നോമ്പ് ഒരു അച്ചടക്കം ശീലിക്കുവാനും ഒരു ഒതുക്കം വരുത്തുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ മനുഷ്യനെ ഒരുമിച്ച് നിർത്തുവാനും ഒക്കെയുള്ള ഒരു പരിശീലനം അതിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ഭക്ഷണവും പാനീയവും ചീത്ത വാക്കുകളും ചീത്ത പ്രവൃത്തികളും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണല്ലോ. ആ ഒരു ഗുണം നമുക്ക് മുഴുവൻ കാലത്തേക്കും ലഭിക്കുന്ന വിധത്തിൽ ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കണം. ഒരു ഹദീസിലുണ്ടല്ലോ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ ഉള്ള കാലം, അത് അതിനിടയിൽ വന്നു പോകുന്ന ചെറിയ കുറ്റങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ് എന്ന്. 5 നേരത്തെ നമസ്കാരം, സ്വലവാത്തുൽ ഖംസ്, അതുപോലെ അൽ ജുമുഅത്തു ഇലൽ ജുമുഅ, റമദാനും ഇലാ റമദാൻ, മുക്കഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദാ ഇജ്തുനിബത്തിൽ കബായിർ. അപ്പോൾ വലിയ കുറ്റങ്ങളൊക്കെ ഉപേക്ഷിച്ചാൽ ഇടയ്ക്ക് വന്നു പോകുന്ന ചെറിയ ദോഷങ്ങളൊക്കെ പരിഹരിക്കാൻ ആവർത്തിച്ചു വരുന്ന ഇബാദത്തുകൾ കൊണ്ട് കഴിയും എന്നുള്ളതാണ്. 5 നേരത്തെ നമസ്കാരം ഒരു ദിവസത്തിൽ തന്നെയുള്ള ആവർത്തനമാണ്. ജുമാ ഇല ജുമാ എന്ന് പറഞ്ഞ ആഴ്ചയിലുള്ളൊരു ആവർത്തനമാണ്. ഇതൊരു വർഷത്തിൽ. അപ്പൊ ഈ വർഷം നമ്മൾ നോമ്പെടുക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന ഈ റമദാൻ അടുത്ത വർഷം വരെയും നല്ല നിലയിൽ ജീവിക്കുവാൻ നമുക്ക് പ്രചോദനവും ശക്തിയും നൽകണം. വേറെ രൂപത്തിൽ പറഞ്ഞാൽ, കഴിഞ്ഞ റമദാനിൽ ജീവിച്ചിരുന്നിട്ടില്ലാത്ത എത്രയോ ആളുകൾ ഈ റമദാനിൽ എത്തിയല്ലോ. അൽഹംദുലില്ലാ, നമ്മളൊക്കെ ഈ റമദാനിൽ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് സംഭവിച്ചു പോയ പാകപ്പിഴവുകളൊക്കെ പൊറുപ്പിക്കപ്പെടാനുള്ള ഒരു അവസരമാണിത്. അള്ളാഹു അതിനു വേണ്ടിയാണ് ഇത്രയധികം വാഗ്ദാനങ്ങൾ, പ്രതിഫലങ്ങളൊക്കെ റമദാനുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത്. എനിക്കാണ് നോമ്പ് എന്ന ഒരു ഖുദ്സിയായ ഹദീസ് അത്ഭുതം തോന്നും. ബാക്കിയൊക്കെ ആർക്കാണ്? നിസ്കാരവും ഹജ്ജും സക്കാത്തും ഒക്കെ അതെല്ലാം അള്ളാഹുവിനാണ്. എങ്കിൽ പോലും പ്രത്യേകം പറയുന്നു, അസ്സൗമു ലി, എനിക്കുള്ളതാണ് നോമ്പ്, ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക എന്ന്. അതിന് ആ ഹദീസിന് ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അതിലൊരു വിശദീകരണം, മറ്റ് ഇബാദത്തുകളൊക്കെ അള്ളാഹുവിനാണെങ്കിലും ഈ നോമ്പ് എനിക്കാണ് എന്ന് പറഞ്ഞതിൽ അതിനൊരു പ്രാധാന്യമുണ്ടെന്നാണ്. ആ പ്രാധാന്യം, ഈ ഇബാദത്ത് ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അള്ളാഹ് തന്നെ അറിയുള്ളൂ. അള്ളാഹുവും ഈ മനുഷ്യന് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ ഏതാനും മണിക്കൂറുകൾ ഒരാളുടെ പിന്നാലെ കൂടെ അയാൾ നമസ്കരിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാവും. ഒരു നാട്ടിൽ നിന്ന് ഒരാൾ ഹജ്ജിന് പോയാൽ ഏതായാലും ആളുകൾക്ക് അറിയാം അയാൾ ഹജ്ജിന് പോയതാണ്. ജക്കാത്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൾക്കെങ്കിലും മനസ്സിലാവും ഇയാൾ ജക്കാത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നോമ്പോ, ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നു, എനിക്ക് നോമ്പുണ്ടോ എന്ന് നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ. നിങ്ങളിൽ ആർക്കെങ്കിലും നോമ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. അള്ളാഹുവും ഈ നോമ്പെടുത്ത ആളും മാത്രമേ അറിയുള്ളൂ. അത് മാത്രവുമല്ല, ഒരു വലിയ നേരം, ഒരു പകൽ സമയം 16-17 മണിക്കൂറൊക്കെയാണ് ഇപ്പം നോമ്പിന്റെ സമയം വരുന്നത്. ഇത്രയും നേരം ഒരാൾ നോമ്പെടുക്കാതിരിക്കുന്നെങ്കിൽ അതിനൊരു വിശ്വാസം വേണമല്ലോ. എളുപ്പമല്ലല്ലോ. വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, ക്ഷീണം ഒക്കെ ഉണ്ടെങ്കിൽ നോമ്പ് തന്നെ. അങ്ങനെ നോമ്പാണ് എന്ന നിലക്ക് ഉറച്ചു നിൽക്കുന്നതിന്റെ കാര്യം എന്താ? എന്തിനാണ്? ഈ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഹറാമാണ് എന്നതാണല്ലോ ചുരുക്കി പറഞ്ഞാൽ. ഈ ഭക്ഷണം ഹറാമല്ലല്ലോ അടിസ്ഥാനപരമായിട്ട്. നല്ല ഭക്ഷണം, ഹലാലായ ഭക്ഷണം, ഹലാലായ പണം കൊണ്ട് വാങ്ങിച്ചു കൊണ്ടുവന്ന ഭക്ഷണം ഒക്കെയാണ്. പക്ഷെ ഈ ടൈം വെച്ചിട്ട് അത് ഹറാമാക്കി. ഈ ടൈമിന് പാടില്ല, അത് നമ്മൾ ശീലിക്കുകയാണ്. ഈ ടൈമിന്, ഈ സമയത്ത് ഈ ഭക്ഷണം കഴിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു നിരോധിച്ച ഒരു ഭക്ഷണം കഴിക്കാൻ നിരോധിച്ച ഒരു സമയമാണ് എന്നതാണല്ലോ.
ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണ്, മിനിറ്റ് വരെ നോക്കി, സെക്കൻഡ് വരെ നോക്കി, ആയിട്ടില്ല, ബാങ്ക് കൊടുത്തു, അല്ലെ സമയമായി, ഇപ്പൊ നോമ്പ്. അപ്പൊ ഇത്രയും നേരം നമ്മളൊരു സൂക്ഷ്മതയിലാണ്. അല്ലാഹു തആല ഈ ഭക്ഷണം നമുക്ക് ഹറാമാക്കിയ സമയമാണിത് എന്ന് ബോധ്യപ്പെട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കൂ, ആ ഒരു വിചാരവും വിശ്വാസവും നിയ്യത്തും ആണെങ്കിൽ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ അടിസ്ഥാനപരമായി തന്നെ ഹറാമായ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാ? അല്ലെങ്കിൽ ഹറാമായ നിലക്ക് പൈസ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ? അപ്പൊ നോമ്പെടുക്കുകയും ചെയ്യുന്നു, നോമ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആവുകയും ചെയ്യുന്നു എങ്കിൽ ഈ നോമ്പിന്റെ ഒരു ഗുണം അതിന് കിട്ടിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അധികം ആളുകളുടെയും നോമ്പ്. ഇമാം ഖസാലി പറഞ്ഞിട്ടുണ്ട്, നോമ്പ് പലതരമാണ്. ഒരു നോമ്പ് സൗമുൽ ബത്തൻ എന്നാണ്, വയറിന് നോമ്പാണ്. നിങ്ങൾ ഭക്ഷണവും കഴിച്ചില്ല, വെള്ളവും കുടിച്ചില്ല, പട്ടിണിയാണ്. അതാണ് സൗമുൽ ആമ എന്ന സാധാരണ ആളുകളുടെ അധികം ആളെയും നോമ്പ് അങ്ങനെയാണ്. അങ്ങനെ തന്നെയാണല്ലോ, നമുക്കറിയാലോ. വെള്ളം കുടിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല, പിന്നെ പഴയമാതിരി കണ്ടതെല്ലാം പറയും, വേണ്ടതെല്ലാം ചെയ്യും, ഒരു നിയന്ത്രണം എവിടെയില്ല. സൗമുൽ ബത്തൻ, വയറിന് നോമ്പ്, അത് വളരെ ലോ ക്ലാസ് നോമ്പാണ്. അതിനേക്കാൾ കുറേ കൂടി മെച്ചപ്പെട്ടതായിരിക്കും സൗമുൽ ലിസാൻ, നാവിനെ സൂക്ഷിച്ചിട്ടുള്ള നോമ്പ്. വയറിനെ സൂക്ഷിച്ചു, നാവിനെയും സൂക്ഷിച്ചു, വേണ്ടാത്തതൊന്നും പറയില്ല. പക്ഷെ അപ്പോഴും ഉണ്ടാവും കൈകാലികൾ, അവയവങ്ങളൊക്കെ വേണ്ടാത്ത ചെയ്യുന്നുണ്ടാവും. അതിനെയും കൂടെ നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും വിശേഷപ്പെട്ട നോമ്പ് എന്നാണ്. ഒരാളയാളെ ഭക്ഷണവും പാനീയവും നാവും അയാളെ കൈകാലുകൾ അവയവങ്ങളും ഒക്കെ തന്നെ നിയന്ത്രിച്ചാൽ ഒരു പൂർണ്ണമായ നോമ്പായിത്തീരുന്നു. അങ്ങനെ നോമ്പെടുത്ത ഒരാൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റം വലുതാണ്. ആ മാറ്റം പിന്നെ ഇപ്പം നോമ്പാണ്, ഞാനൊന്നും പറയുന്നില്ല, ഇപ്പം നോമ്പാണ്, ഞാൻ അതിന് ഒരു പ്രതികാരം ചെയ്യുന്നില്ല എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കഴിയണം എന്നാണല്ലോ, ഹദീസിലുണ്ടല്ലോ അത്. നോമ്പെടുത്ത ഒരാളെ ആരെങ്കിലും ചീത്ത പറയുകയോ ഉപദ്രവിക്കുകയോ ചെയ്താൽ ഇന്നീ സ്വായം, എനിക്ക് നോമ്പാന്ന് പറയാൻ. അങ്ങനെ എനിക്ക് നോമ്പാണെന്ന് പറഞ്ഞ് ശീലിച്ച ഒരാൾ പെരുന്നാൾ നിസ്കാരം കഴിയുമ്പോഴേക്കാണ് ഇതിനെ നേരെ എതിരിൽ വരുമോ? അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഇപ്പം ഈ നോമ്പിനെ കുറിച്ച് എല്ലാ പത്രങ്ങളിലും ഉണ്ടല്ലോ ചെറിയൊരു കോളം വരുന്നത്. നോമ്പിനെ കുറിച്ച് മുസ്ലിങ്ങളല്ലാത്ത ആളുകളും എഴുതുന്നുണ്ട് ധാരാളം, നോമ്പിന്റെ ഗുണങ്ങളും മഹത്വങ്ങളും കാര്യങ്ങളും. അതിലൊരാൾ എഴുതിയത്, ഈ നോമ്പ് കാലത്ത് മുസ്ലിങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും, പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞാൽ എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഈ നോമ്പെടുത്ത ആൾക്കാരുടെ അടുത്തേക്ക് ഉച്ചയ്ക്ക് ശേഷം പോകലില്ലായിരുന്നു, പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ പോകുള്ളൂ. എന്താ, മുസ്ലിമീങ്ങൾ മാപ്പിളമാർ ദേഷ്യം പിടിക്കുന്ന ഒരു കാലമാണ് ഈ നോമ്പ് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു ചെറുപ്പത്തിൽ. ആലോചിച്ച് നോക്കും, ഇത് അല്ലാഹു തആല പഠിപ്പിക്കുന്നത് ക്ഷമയാണ്, ഇംസാക്കാണ്, അതായത് നിയന്ത്രണമാണ്, സൽ സ്വഭാവമാണ്, നല്ല വാക്ക് പറയലാണ്, എതിർത്ത് സംസാരിക്കാതിരിക്കലാണ്. ഇങ്ങനെ ആവണ്ടേ, അങ്ങനെ ആയിത്തീരണം. ഇപ്പൊ ചില ആൾക്കാരുണ്ട്, കുറെയൊക്കെ ഒരു ബോധമൊക്കെ വന്ന ആൾക്കാർ തന്നെ പറയും, ഇത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള, ആകെ നമുക്ക് റമദാൻ കഴിഞ്ഞിട്ടാക്കാം. അങ്ങനല്ലല്ലോ, റമദാൻ കഴിഞ്ഞാലും പാടില്ലല്ലോ. ഇതൊക്കെ ഇപ്പം നമ്മൾ പറയാൻ പറ്റില്ല, റമദാൻ കഴിഞ്ഞിട്ട് പറയട്ടോ, അല്ല ഇതൊന്നും നമ്മൾ ഇപ്പം ചെയ്യാൻ പറ്റില്ല, റമദാൻ കഴിഞ്ഞിട്ട് നോക്കട്ടോ, എന്ത് ഹറാമായ കാര്യം പറയാനും ചെയ്യാനും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഈ നോമ്പ് ഒരു പട്ടിണി മാത്രമാണ്. ഫലൈസലില്ലാഹി ഹാജത്തുൻ ഫിഅൻ യദഅ തആമഹു വശറാബഹു. അങ്ങനെയുള്ള നോമ്പിന് കാര്യമൊന്നും ഉണ്ടാവില്ല, ആ നോമ്പ് ഫലപ്രദമാവുകയില്ല. നമ്മൾ നമ്മെ വളർത്താൻ, ആത്മീയമായി വളർത്തിക്കൊണ്ടുവരാൻ കഴിയും. അനുഷ്ഠാനങ്ങൾ ഉണ്ടാവുകയും ആത്മീയത കുറയുകയും ചെയ്ത ഒരു കാര്യമാണ് ഇപ്പോഴേ കാണുന്നത്. എല്ലാ മതങ്ങളിലും അനുഷ്ഠാനങ്ങൾ ഉഷാറാണ്, ആരാധനകൾ, അനുഷ്ഠാനങ്ങൾ, ഉത്സവങ്ങൾ, നേർച്ചകൾ, പ്രാർത്ഥനകൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അനുഷ്ഠാനങ്ങളും ആരാധനകളും ആരാധനാലയങ്ങളും ഒക്കെ വർദ്ധിച്ചു വന്നത്. പക്ഷെ ഒരു ആത്മീയത ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ആത്മാവ് എന്താണ്? ഈ ആരാധനയുടെ ആത്മാവ് മനുഷ്യൻ അള്ളാഹുവിന് സ്വയം സമർപ്പിക്കുക എന്ന ആ ഒരു ആത്മാവ്, അതിൻ്റെ അടിസ്ഥാനം. അത് പോയാൽ കാണുന്നത് പിന്നെ നമസ്കരിക്കും, ആള് ചീത്ത പ്രവർത്തിക്കും, നോമ്പെടുക്കും, മോശമായ കാര്യങ്ങൾ ചെയ്യും, ഹജ്ജിന് പോവും, മോശമായ നിലക്ക് സമ്പാദിക്കും, ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ അനുഷ്ഠാനങ്ങൾക്ക് ജീവനില്ലാതെ, ആത്മാവില്ലാതെ ഒരു രൂപമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നിലയിൽ നമ്മൾ ഇതിനെ കാണും. ഇപ്പം പ്രത്യേകിച്ച് ഇതിനെ നോക്കൂ, നമുക്ക് വല്ലാത്തൊരു പ്രതിസന്ധിയുടെ കാലമാണല്ലോ. എവിടെ നോക്കിയാലും ഇസ്ലാമിനൊരു ഇമേജ് നഷ്ടപ്പെട്ടുവോ എന്ന് ഭയപ്പെടുന്ന ഒരു രൂപമുണ്ടല്ലോ. ഏത് രാജ്യം നോക്കൂ നിങ്ങൾ, മുസ്ലിം ലോകത്ത് മുഴുവൻ, ഇപ്പോൾ ഈജിപ്തിലാണെങ്കിലും യമനിലാണെങ്കിലും ഇപ്പോൾ ഇറാഖിലാണെങ്കിലും ഏത് സ്ഥലങ്ങളിലാണെങ്കിലും മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും യുദ്ധങ്ങളും കലഹങ്ങളും ഇസ്ലാമിനൊരു ഇമേജ് ഉണ്ട് എന്ന് പറയാൻ കഴിയാത്ത രൂപത്തിൽ. പിന്നെ മുസ്ലിം പ്രദേശം അല്ലാത്ത സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ. ഇപ്പോൾ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അള്ളാഹുവിനും റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്ത്. എവിടെ ഇസ്സത്ത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ, ഖുർആൻ പഠിക്കാൻ, ആളുകൾ ഇസ്ലാമിന്റെ നന്മകൾ അറിയാനൊക്കെ എന്തുമാത്രം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ചോദ്യം പ്രസക്തമല്ലേ?
നിങ്ങൾ ഈ പറയുന്ന ഖുർആനും ഇസ്ലാമും ഉൾക്കൊണ്ട് ജീവിച്ചിട്ട് നല്ലൊരു മാതൃകയായിട്ടുള്ള ഒരു പ്രദേശം, ഒരു സമൂഹത്തെ കാണിച്ചു തരുമെന്നൊരു ചോദ്യമില്ലേ? സയ്യിദ് റഷീദ് റിള പണ്ട് പറഞ്ഞു, യൂറോപ്യന്മാരായ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോഴേ ഞങ്ങൾ മുസ്ലിങ്ങളല്ല എന്ന് പറയണം. അങ്ങനെ പറയേണ്ട ഒരവസ്ഥ നിലനിൽക്കുന്നു എന്ന്. അങ്ങനെ ഒരവസ്ഥ നിലനിൽക്കുന്നു. നിങ്ങളൊക്കെ ഖുർആൻ നോക്കി, ഖുർആനിൽ നല്ലൊരു ഇസ്ലാമുണ്ട്, ദീനുണ്ട് എന്ന് പറയണമെന്ന്. അത് അക്കാലത്ത് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ആ പറച്ചിലിന് എന്ത് സ്വാധീനമാണ് ഉണ്ടാവുക? നമ്മൾ പറയാതെ മുസ്ലിങ്ങളായ ഞങ്ങൾക്കാർക്കും ഈ ഖുർആൻ ഉപകാരപ്പെട്ടിട്ടില്ല, ഇതുകൊണ്ടൊന്നും ഞങ്ങളാരും നന്നായിട്ടില്ല, നിങ്ങൾക്ക് നന്നാൻ പറ്റും, ഈ ഖുർആൻ നോക്കി ജീവിച്ചോളി എന്ന് പറഞ്ഞാൽ ആ വാക്കിന് എന്തൊരു സ്വാധീനമാണ് ഉണ്ടാവുക? നമ്മൾ അറിയേണ്ടതാണ്. ഇസ്ലാമിന് ഇജ്ജത്തുണ്ടാവണം. അള്ളാഹുവിനും റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് ഇജ്ജത്ത് എന്നത് ഉണ്ടാവണം. ഇജ്ജത്ത് എന്ന് പറഞ്ഞാൽ പണക്കാരാവുക, അധികാരം ഉണ്ടാവുക എന്നല്ല. മാന്യമായ ഒരു ജീവിത രീതിയാണെന്നും മാന്യമായ പെരുമാറ്റമാണെന്നും മാന്യമായ സ്വഭാവമാണെന്നും നമ്മുടെ ജീവിതം കണ്ടാൽ ആളുകൾക്ക് മനസ്സിലാവാൻ സാധിക്കണം. അത് നമ്മുടെ ആരാധനയായാലും നമ്മുടെ വിശ്വാസമായാലും നമ്മുടെ ജീവിതത്തിലെ സേവന പ്രവർത്തനങ്ങളായാലും എന്തായാലും മാന്യതയുള്ള ഒരു ആദർശം കൊണ്ടു നടക്കുന്ന മാന്യന്മാരായ ആളുകളാണ് എന്ന് വേണം. ശത്രുവിനോട് പോലും ആ നിലക്ക് നമുക്ക് ബന്ധപ്പെടാൻ കഴിയണം. യുദ്ധവേളയിൽ പോലും നോക്കൂ ഇസ്ലാമിന്റെ മാന്യത. യുദ്ധത്തിനിടയിൽ വൈൻ ജനഹൂൽ ഇസ്ലിമി ഫജനഹ്ലഹ, അവര് ഒരു സന്ധി സംഭാഷണത്തിന് വന്നാൽ താങ്കൾ ആ സന്ധി സംഭാഷണത്തിലേക്ക് തിരിയണം എന്നാണ്. അതാണ് നമ്മുടെ മര്യാദയായി പറയുന്നത്. മുസ്ലിം ലോകത്ത് സംഭവിച്ച എല്ലാ നാശങ്ങളും മര്യാദയില്ലാത്ത ജീവിതശൈലി കൊണ്ട് വന്നതാണ്. 700 കൊല്ലം മുസ്ലിങ്ങൾ സ്പെയിൻ ഭരിച്ചു. ആ കാലഘട്ടം കലയും സാഹിത്യവും വിജ്ഞാനവും ശാസ്ത്രവും ഒക്കെ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്തു. അതിൻ്റെ നേതാക്കന്മാരും പ്രചാരകന്മാരുമായി ലോകം ചരിത്രത്തിൽ അവരെ എഴുതി വർണ്ണിച്ചു. അതെങ്ങനെ തകർന്നു പോയത്? സ്പെയിൻ്റെ ചരിത്രം അറിയാം. മുസ്ലിങ്ങൾ പല കൗമീയത്തായി, തമ്മിൽ യുദ്ധമായി, കലഹമായി നശിച്ചു തീർന്നുപോയി. അതേ ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ വീണ്ടും പോകുന്നത്. ഓരോരുത്തർക്ക് ഓരോ കൗമീയത്ത്, ഒരു കൂട്ടർ അറബികൾ, അവർ കുർദികൾ, വേറെ സുന്നികൾ, വേറെ കൂട്ടർ ഷിയാക്കൾ. ഇങ്ങനെ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ നാടിന്റെയും ഭാഷയുടെയും അതുപോലെ പ്രദേശത്തിന്റെയും ഒക്കെ പേരിൽ ഛിന്ന ഭിന്നമായാൽ പിന്നെ അതിന്റെ ഉള്ളിൽ ഇസ്ലാമിന്റെ പ്രകാശം ഉയർന്നു കാണാൻ പ്രയാസം തന്നെയാണത്. ഇസ്ലാമിക സംഘങ്ങളും പ്രസ്ഥാനങ്ങളും നോക്കൂ നിങ്ങൾ. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഓരോ ജാതി അല്ലല്ലോ. ഇപ്പൊ ഈഴവൻ ബ്രാഹ്മണൻ എന്ന് പറയും പോലെയാണോ? അല്ലല്ലോ. ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുവാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആളുകൾ ഇതാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കി കുറച്ച് ആളുകൾ കൂടിയിട്ട് അങ്ങനെ വർക്ക് ചെയ്ത് അങ്ങനെ വലുതായി വരുന്നതാണ് ഓരോ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ആ ഒരു സംഘടനയിൽ മെമ്പറായ ആളുകൾ മാത്രമാണ് മുസ്ലിങ്ങൾ, അവർക്ക് മാത്രമാണ് അള്ളാഹ് സ്വർഗം കൊടുക്കുന്നല്ല. അങ്ങനെ ആർക്കും വാദവുമില്ല. ദീനി പ്രവർത്തനത്തിനും പ്രവർത്തനം ശക്തിപ്പെടുത്താനുള്ള സംവിധാനമാണ്. അത് പോയിട്ട് അവിടെ എത്തിയപ്പോ അത് പോയിട്ട് ആളുകൾ കക്ഷിത്വത്തിന്റെയും പ്രാസ്ഥാനികമായ വിരോധത്തിന്റെയും ഒക്കെ പേരിൽ ഛിന്നഭിന്നമായി മുസ്ലിങ്ങളാണ് എന്ന് പരസ്പരം അംഗീകരിക്കാത്ത അവസ്ഥ വന്നു. ഒരേ സംഘത്തിന്റെ ഉള്ളിൽ തന്നെ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോഴേ ശത്രുവിനേക്കാളും വലിയ ശത്രുവാണ് എന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി. ഒരു മനുഷ്യന്റെ പക്ഷത്ത് നിന്നൊരു തെറ്റ് തന്നെ സംഭവിച്ചു വിചാരിക്കാം. സതുദ്ദേശപരമായ ഒരു പ്രവർത്തനത്തിൽ തെറ്റുപറ്റിയാൽ അല്ലാഹു തആല മാപ്പാക്കും എന്നതുപോലും അറിയാതെയാണ് നമ്മുടെ പ്രവർത്തനം. ഇസ്ലാമിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ, അഭിപ്രായങ്ങളും ഇജ്തിഹാദുകളൊക്കെ ഉണ്ടാവും. ഇജ്തിഹാദിൽ തെറ്റിപ്പോയാൽ അള്ളാഹു ഒരു കൂലി നൽകുമെന്നും ശരിയായാൽ 2 കൂലി കൊടുക്കുന്നുമല്ലേ. അള്ളാഹു ഒരു കൂലി കൊടുക്കുന്ന ആളോടാണ് എന്റെ അഭിപ്രായമല്ല അയാൾക്കുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ ദേഷ്യം പിടിക്കുന്നതെങ്കിൽ എവിടെയാണ് നമുക്ക് ഇസ്ലാമിന്റെ മര്യാദ വന്നു എന്ന് പറയാൻ സാധിക്കുക? ഏതായാലും സഹോദരന്മാരെ, ഈ റമദാൻ മാസത്തിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തുകയും ചെയ്യണം. ഈമാനില്ലാതെ അമലിന് യാതൊരു കാര്യവുമില്ല. അഖ്ലാഖില്ലാതെ മനുഷ്യൻ ഈമാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അഖ്ലാഖ് ഉണ്ടാകണം, ഈമാൻ ഉണ്ടാകണം, ഇബാദത്തുകൾ ഉണ്ടാകണം. ആ നിലയിൽ നമ്മുടെ ഭാവി രൂപപ്പെടുത്താനുള്ള ശക്തമായ പ്രവർത്തനം നമ്മൾ ഉണ്ടാക്കുക. ഇസ്ലാം വളരെ ഈ പ്രശ്നവും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിക്കുന്ന ദീൻ ഇസ്ലാമാണ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം ഇസ്ലാമാണ്. മുസ്ലിങ്ങൾ ദുർബലരും വളരെ പ്രയാസത്തിലൊക്കെയാണെങ്കിലും മറ്റേതൊരു ആശയത്തെക്കാളും ഏറെ ഇസ്ലാം ഉയർന്നു വരുന്നു, ഇസ്ലാം ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുന്നു, ഇസ്ലാം മനുഷ്യോപകാരപ്രദമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് നമ്മൾ ആരും പറഞ്ഞിട്ടും കേട്ടിട്ടുമല്ലാതെ ആയിരക്കണക്കിന് ആളുകൾ, ബുദ്ധിജീവികൾ, ശാസ്ത്രജ്ഞന്മാർ, ചരിത്രകാരന്മാർ, സാഹിത്യകാരന്മാർ, ഭരണാധികാരികളൊക്കെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രകാശം ആർക്കും ഊതിക്കെടുത്താൻ കഴിയില്ല എന്ന് നമ്മൾ അറിയണം.
ഈ മാർഗത്തിൽ ജീവിക്കുവാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി എന്നത് ഒരു മഹാസൗഭാഗ്യമായി നമ്മൾ കാണണം. അടുത്ത റമദാനിൽ നമ്മൾ ആരെല്ലാം ഉണ്ടാകുമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമുക്കും നമ്മുടെ കുടുംബത്തിനും അതേപോലെ തന്നെ മുസ്ലിം സമുദായത്തിനും ലോക സമൂഹങ്ങൾക്കുമൊക്കെ നല്ലത് വരാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു തആല മുസ്ലിം സമുദായത്തിന്, മുസ്ലിം ഉമ്മത്തിന് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ തരം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് റഹ്മാനായ അല്ലാഹുവേ നീ സ്വർഗം നൽകി അവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ഖബറിടം വിശാലമാക്കുകയും പ്രകാശപൂരിതമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, സാമ്പത്തിക വിഷമങ്ങളെല്ലാം അല്ലാഹുവേ നീ ദൂരീകരിച്ച് തരയണമേ. ഈമാനോടുകൂടി ജീവിപ്പിക്കുവാനും തൗബയോടുകൂടി മരിക്കുവാനുമുള്ള ഒരു തൗഫീഖ് നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും.